ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ പോലീസുകാരനോട് വേദ പറയുന്നുണ്ട്, വിക്രമിനെതിരെ സാക്ഷി പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ കമലാമ്മ ആകെ ഞെട്ടി വിറയ്ക്കാണ് കേട്ടോ. കമലാമ്മ പറയും, മോളെ നീ എന്തേ പറയുന്നത്? വിക്രമിനെതിരെ സാക്ഷി പറയാൻ മോള് റെഡിയാണെന്നാണോ പറയുന്നത് ചോദിക്കുമ്പോൾ, അതേ അമ്മേ, ഞാൻ കണ്ട കാര്യമല്ലേ, എനിക്കത് പറഞ്ഞല്ലേ മതിയാവൂ എന്ന് പറയുകയാണേ. അങ്ങനെ അവർ വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിലും വേദനയ്ക്കൽ അങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ വിക്രമിനെ കൊണ്ടുപോയതിന് ശേഷം മാഷോട് കമലാമ്മ പറയുന്നുണ്ട്, വിക്രം അങ്ങനെ ഒരാളെ തല്ലിക്കൊല്ലാനാക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. വ്യക്തമായിട്ടൊരു കാരണമില്ലാതെ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശം ഒരാൾക്കും ഈ ഭൂമിയിലില്ല, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ മാഷ് കമലാമ്മയോട് പറയുന്നുണ്ട്. പക്ഷേ കമലാമ്മയ്ക്കാണെന്ന് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം മാഷ് പറയുന്നുണ്ട്, വേദയെ കമലാമ്മ കുറ്റപ്പെടുത്തുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇവിടെ സാക്ഷി പേപ്പറിൽ ഒപ്പിടാൻ പോകുന്നത് എൻ്റെ ഒപ്പമായിരിക്കും, ഞാനാണ് ഇവളെ കൊണ്ടുപോകുന്നത് ഒപ്പിടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷും അതുപോലെ തന്നെ വേദയും കൂടിയിട്ടാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാക്ഷിയുടെ ഒരു പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതിൽ വേദ ഒപ്പിടുന്നത് മാഷോടൊപ്പമാണ്. പക്ഷേ വേദയുടെ മനസ്സിൽ വേറെ ലക്ഷ്യമാണെന്ന് മാഷ് അറിയുന്നില്ല. കാരണം വിക്രം പുറത്തുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് വേദ മനഃപൂർവ്വം. ഇനി നമ്മുടെ ദർശൻ വക്കീലിനെ വെച്ചിട്ടാണ് വേദ കേസ് വാദിക്കുന്നത്. അപ്പോൾ വിക്രമിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയിട്ട് MLA പ്ലാനിംഗ് ഒക്കെ പൊളിഞ്ഞ് വിക്രത്തിനെ ഇല്ലാതാക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ ഇല്ലാതാവാണ്. അങ്ങനെ ഒരു പോലീസുകാരൻ MLA വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വിക്രമിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി എന്താണ് വേണ്ടത്, ഞാൻ തന്നെ പറഞ്ഞോളാം, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വീക്കെൻഡ് പ്രേമം അല്ല കേട്ടോ, ടുമാറോ എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ എപ്പിസോഡ് ഉണ്ടാവും, മിസ് ചെയ്യാതെ എല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.